ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ബി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഗ്രൂപ്പ് എയിലെ ടീമുകളായിരുന്നു മാറ്റിവെച്ചത്. ആദ്യ മത്സരത്തിൽ ഉദ്ഘാടന പോരാട്ടത്തിൽ ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ കളിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശുമായിരുന്നു മുഖാമുഖം വന്നത്. സോ ആ 4 ടീമുകളും ഗ്രൂപ്പ് എയിലെ ടീമുകളായിരുന്നു. ഇന്ന് ഗ്രൂപ്പ് ബിയിലെ ടീമുകൾ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ്. സോ മൂന്നാം റൗണ്ട് മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിലെ ടീമുകളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമാണ് മുഖാമുഖം വരാൻ പോകുന്നത്. ഒരു തുല്യ ശക്തികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ കരുത്ത് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് സമീപകാല ക്രിക്കറ്റിലെ കറുത്ത കുതിരകളെന്ന് വിശേഷിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാനും അത്ര മോശമല്ല. സോ അങ്ങനെ ഗ്രൂപ്പ് ബിയിലെ തകർപ്പൻ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് സൗത്ത് ആഫ്രിക്കയെ നേരിടാൻ പോവുകയാണ്. കറാച്ചിയിലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 2:30 തകർപ്പൻ പോരാട്ടം ആരാധകരെ കാത്തിരിക്കുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ബിയിലെ 2 ടീമുകൾ അഫ്ഗാനിസ്ഥാനും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും. സോ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും പുറമെ കരുത്തരായ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണ് ഗ്രൂപ്പ് ബിയിലെ മറ്റ് ടീമുകൾ. അതിനാൽ തന്നെ ആദ്യ പോരാട്ടം തന്നെ ഇരു ടീമുകളെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇനി വരാൻ പോകുന്നത് ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും അടക്കമുള്ള കരുത്തരോടു കൂടിയാണ് മത്സരിക്കാനുള്ളത്. സോ അതിനാൽ തന്നെ ആദ്യ പോരാട്ടത്തിൽ വാശേറിയ പോരാട്ടം തന്നെ കറാച്ചിയിൽ അഫ്ഗാനും SI മുഖാമുഖം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ കറാച്ചിയിലെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ഉദ്ഘാടന പോരാട്ടത്തിൽ ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാനെ ന്യൂസിലാൻഡ് തകർത്തുവിട്ട സ്റ്റേഡിയമാണ് കറാച്ചി സ്റ്റേഡിയം. സോ അതിനാൽ തന്നെ ആദ്യ മത്സരത്തിൽ നമ്മൾ പ്രകടനം കണ്ടതായിരുന്നു. ആദ്യം പറ്റുന്ന ന്യൂസിലാൻഡ് തുടക്കത്തിൽ വിക്കറ്റുകൾ തുടരെ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മധ്യ ഓവറുകളിൽ വളരെ മികച്ച പ്രകടനത്തോടു കൂടി 300 മുകളിൽ ന്യൂസിലാൻഡ് സ്കോർ ചെയ്യും. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു അടപടലം തകർന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു പാക് ബാറ്റർമാർ കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ ടോസ് ലഭിക്കുന്ന ക്യാപ്റ്റൻ ബാറ്റിംഗ് ചെയ്യാൻ തന്നെയാണ് മോസ്റ്റ് പ്രോബബ്ലി തീരുമാനമെടുക്കാൻ പോകുന്നത്. സോ ഡിഫെൻഡിങ്ങിനായിരിക്കും അവിടെ ടോസ് ലഭിക്കുന്ന ക്യാപ്റ്റന്മാർ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ടോസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് കറാച്ചിയിലെ സ്റ്റേഡിയത്തിൽ. ഇനി ഇരു ടീമുകളുടെ സാധ്യത 11 എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇത്തവണ വളരെ കരുത്തുറ്റ ഒരു സ്കോഡുമായിട്ടാണ് അഫ്ഗാൻ പട ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്താൻ പോകുന്നത്. ഹഷ്മത്തുള്ള ഷാഹിദ് നയിക്കുന്ന ടീം വളരെ കരുത്തർ തന്നെയാണ്. ഓപ്പണിങ്ങിൽ ഇബ്രാഹിം സദ്ദിനും അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർ റഹ്മാനുള്ള ഗുർബാസുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. 1 ഡൗണായി സാദിഖുള്ള അത്താലെത്തുമ്പോൾ 4-ാം നമ്പറിൽ റഹ്മൻ ഷൈത്തും 5-ാം നമ്പറിൽ ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷാഹിദിയും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കരുത്തേകും. അതോടൊപ്പം തന്നെ 6-ാമതായി അസ്മത്തുള്ള ഒമർ സായ്, റാഷിദ് ഖാൻ, മുഹമ്മദ് നബി, ഗുൽബദീൻ നായിബ്, നൂർ അഹമ്മദ്, ഫസൽ ഹഖ് ഫറൂഖി എന്നിവരായിരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ സാധ്യത 11. സൗത്ത് ആഫ്രിക്കയിൽ വരുവാണെങ്കിൽ ടെമ്പ ബൗമ നയിക്കുന്ന ടീമും അത്ര മോശമല്ല. ഏറ്റവും റീസെൻ്റ് അവസാനിച്ച ട്രൈ നേഷൻ സീരീസിൽ പാകിസ്ഥാനോടും ന്യൂസിലാൻഡിനും കിടപിടിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ പാകിസ്ഥാനിലെ കണ്ടീഷൻ വളരെ വ്യക്തമായി അറിയാവുന്ന ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. കഴിഞ്ഞ ഏറ്റവും റീസെൻ്റ് അവസാനിച്ച ട്രൈ നേഷൻ സീരീസിൽ തുടർച്ചയായി 300 മുകളിൽ സ്കോർ ചെയ്ത ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. കറാച്ചിയിലും അവർക്ക് മത്സരമുണ്ടായിരുന്നു. അതിനാൽ തന്നെ കറാച്ചിയിലെ കണ്ടീഷൻസിനനുസരിച്ച് വളരെ വ്യക്തമായ പ്ലാനുകൾ തന്നെ ആയിരിക്കും ടെമ്പ ബൗമ സൗത്ത് ആഫ്രിക്കൻ നിരയിൽ വരുത്താൻ പോകുന്നത്. SIയുടെ സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ടെമ്പ ബൗമയ്ക്കൊപ്പം ടോണി ഡിസോർസി ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. 1 ഡൗണായി റാസി വാണ്ടർഡോസൻ എത്തുമ്പോൾ 4-ാം നമ്പറിൽ എയ്ഡൻ മാർക്രോഫ്, 5-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ബിഗ് ഹിറ്റർ ഹൈൻറിച്ച് ക്ലാസനും എത്തും. 6-ാമതായി കില്ലർ മില്ലർ ഡേവിഡ് മില്ലർ ആയിരിക്കും സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്താൻ പോകുന്നത്. കേശവ് മഹാരാജും ടബ്രൈസ് ഷംസിയും 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ കളിക്കുമ്പോൾ മാർക്കോ ജോൺസണും വിയാൻ മോൾഡറും പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സായി ടീമിലേക്ക് എത്തുമ്പോൾ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് പേസ് ബോളർ മാത്രമായിരിക്കും SIയുടെ നിരയിൽ എത്താൻ പോകുന്നത്. മറ്റാരുമല്ല, എക്സ്പീരിയൻസ്ഡ് ബോളർ കഗീസോ റബാഡ ആയിരിക്കും. സോ ഒരേ ഒരു എക്സ്പീരിയൻസ്ഡ് സ്പെഷ്യലിസ്റ്റ് പേസ് ബോളറെ ആയിരിക്കും സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ 11ൽ വരുത്താൻ പോകും. സോ ഇതാണ് ഇരു ടീമുകളുടെയും സാധ്യത 11. അഫ്ഗാനിസ്ഥാൻ്റെ സ്കോഡിലേക്ക് വരുവാണെങ്കിൽ ഇബ്രാഹിം സദ്ദൻ, ഗുർബാസ്, സാദിഖുൽ അത്താൽ, റഹ്മൻ ഷാ, ഹഷ്മത്തുള്ള ഷാഹിദി, അസ്മത്തുള്ള ഒമർ സായ്, റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, ഗുൽബദീൻ നായിബ്, മുഹമ്മദ് നബി, ഫസൽ ഹഖ് ഫറൂഖി. സൗത്ത് ആഫ്രിക്കയുടെ സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ടെമ്പ ബൗമയും ടോണി ഡിസോർസിയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വാണ്ടർഡോസൻ, എയ്ഡൻ മാർക്രം, ഹൈൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ, കേശവ് മഹാരാജ്, കഗീസോ റബാഡ, ടബ്രൈസ് ഷംസി, മാർക്കോ ജോൺസൺ, വിയാൻ മോൾഡർ. സോ കാത്തിരിക്കാം ആവേശകരമായ തകർപ്പൻ പോരാട്ടത്തിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.